പെണ്ണിനെ കൊണ്ട് ഇവിടെ നിൽക്കണമെന്ന് വെച്ചിട്ട് എന്താ കാര്യം? എൻ്റെ പാലൊക്കെ തിളച്ച് പോകണം. ഇവളുടെ കണ്ണും മൂക്കൊക്കെ എവിടെയാ? അയ്യോ അമ്മ സോറി, ഞാൻ എന്തോ ആലോചിച്ചാണ് നിന്ന് പോയി. വേണമെന്ന് വെച്ചല്ല, പക്ഷെ ഇതെങ്ങനെ? സോറി, ഞാനിത് തുടച്ചെടുക്കാം. ബെസ്റ്റ് ആളെ ഈ അടുക്കളയിൽ നിൽക്കുന്നത്. നീ എന്നാ മാങ്ങാത്തോലി ആലോചിച്ച് നിൽക്കടി പെണ്ണെ നീ. അതെന്തോ ആലോചിച്ചിരുന്നു. അതല്ലേ അമ്മ, വീടിനെപ്പോൾ വരുന്നാ പറഞ്ഞേ? അല്ല, നീ ഇതിന് എന്നോട് ചോദിക്കണം, നിങ്ങൾക്ക് അവനോട് നേരിട്ട് ചോദിച്ചൂടെ? നിങ്ങളല്ലേ വലിയ പ്രണയിതാക്കള്, അല്ലെങ്കിൽ പിന്നെ വല്ല തല്ലുണ്ടായാ? അത് അവൻ്റെ വലിയ പോകണ്ടെങ്കിൽ 2 ദിവസം മുന്നേ ഞാൻ അവനെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് നല്ല വർക്കുണ്ട്, ഞാൻ ബിസിയാണ്, പിന്നെ വിളിക്കാമെന്ന്. ഓക്കെ ശരി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം നോക്കിയപ്പോൾ ഇവൻ്റെ സെക്രട്ടറി സ്റ്റോറി ഇട്ടേക്കുന്നു ഇവൻ്റെ കൂടെ ഏതൊരു പാർട്ടിയിൽ. അതിന് അവനെ വരെ മെൻഷൻ ചെയ്തേക്കുന്നു. എന്നിട്ട് അതുവരെ അവനെ ഇട്ടു. എന്നിട്ട് എന്നോട് സംസാരിക്കാൻ പറ്റില്ല. അത് ഇവിടുത്തെ സ്വഭാവം. അത് പിന്നെ എനിക്ക് ദേഷ്യം വരാണ്ടിരിക്കും. അത് തല്ലുണ്ടാക്കി. അത് ശരി. അപ്പം നല്ല തല്ലുണ്ടാക്കിയിട്ടാണ് ഈ വന്നിരിപ്പ്. എൻ്റെ കെട്ടിയാണ് ഈവനിങ് എത്തും. മതിയായ ഒന്ന് പോവാൻ മച്ചിക്ക് നാണാണ്. അയ്യേ, ഇത് എന്ത് ചെന്നത്? അവിടെ പോയി ഇരുന്നേരി. നീ അടുക്കളയിൽ കയറി പോലെ തന്നെ. താങ്ക് യു നല്ലവളായ അമ്മായിമ്മേ. ബൈ ബൈ. നീ എന്താണെന്ന് വെച്ചാൽ നിങ്ങളാ ചെയ്തു. എൻ്റെ ഭർത്താവ് നീ എനിക്ക് നല്ല സാധനത്തിന് പാഴ്സലായിട്ട് തന്നത് മരുമോളായിട്ട്. എൻ്റെ വിധി, അല്ലാണ്ട് എന്ത് പറയാൻ. നമ്മൾ വിചാരിച്ചത് നമുക്ക് കിട്ടണമെന്നില്ല. കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ശുഭദിനം. അമ്മായി ഹായ് 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 എല്ലാവർക്കും ഹായ് ഹായ് ഹായ്. വന്ന നിൻ്റെയും കൂടിയും കുറവുണ്ടായിരുന്നുള്ളൂ. 2ഉം കൂടി ഒന്ന് എൻ്റെ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോവും. അത്രയും സമാധാനം എനിക്ക്. അമ്മ ഞങ്ങൾ പോവാണ്. വന്നു കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാണ്ട്. അതിലൊക്കെ ഞാൻ വരാം. അല്ലടി പിന്നെ പോലെ നിന്നെ കെട്ടിയാൻ പോയിട്ട് 2 മാസമായല്ലോ. അവന് വരണമെന്നൊന്നുമില്ലേ? കല്യാണം കഴിഞ്ഞപ്പോൾ ഇട്ടേച്ച് പോയതല്ലേ. ഇനിയിപ്പോൾ അവിടെ സെറ്റപ്പായി കാണോ? അനാവശ്യം പറഞ്ഞുണ്ടല്ലോ കൂട്ടുകാരി. അന്ന് നോക്കില്ലേട്ടാ ഞാൻ. അവനവിടെ വർക്കിൻ്റെ കാര്യത്തിനായിട്ട് പോയിക്കണ്. ആ സമയമാകുമ്പോൾ ഇങ്ങോട്ട് വരും. നിനക്കെന്താണ്? നിങ്ങൾക്ക് പറഞ്ഞില്ലേ അത് വെച്ച് നിന്നൂടെ നിങ്ങൾക്ക്? അയ്യോ, എനിക്കുള്ളത് മതി എൻ്റെ പൊന്നോ. ഞാൻ പറഞ്ഞു എന്നുള്ള ഒരു കൂട്ടുകാരി എന്ന സ്ഥാനത്ത് വെച്ചിട്ട്. എന്നാ ശരിയടി, ഞാനങ്ങ് ഇറങ്ങുക. അതെന്നാടി അങ്ങനെ ഒരു പറച്ചില്? നീ ഇപ്പോൾ ഒന്ന് കയറിയല്ലോ. എൻ്റെ അമ്മ നല്ല മീൻകറി ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം. നമുക്ക് മീൻകറി കൂട്ടാമെന്ന് എനിക്കാഗ്രഹമുണ്ട്. പക്ഷേ ഞാനും ജാനും കൂടിയിട്ട് ഡേറ്റിങ്ങിന് പോവാം. അപ്പോൾ രാവിലേക്ക് ഇങ്ങനെ നാണം വരുന്നു. ഞാൻ ഈവനിങ് വന്നേക്കാം. എന്തൊക്കെ ഞാൻ കാണണം. എൻ്റെ കെട്ടിയനെ 2 മാസമായിട്ട് പോയിട്ട് എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ വേഗം വാ. എൻ്റെ പൊന്നു മനുഷ്യൻ, നിങ്ങൾക്ക് നേരത്തിന് കാലത്തിനുള്ള കട കൂട്ടിങ്ങനെ ഇറങ്ങിയാൽ പോരെ. ഇത് മട്ടപ്പാതയ്ക്ക് കയറി വന്നോളൂ. നിനക്കൊക്കെ അങ്ങനെ പറയാം. ബോധം വെളിയില്ലാത്ത വീട്ടിലില്ല. ഇതിനപ്പുറം പറയും. നീ വേഗം ഫുഡൊക്കെ എടുത്ത് വെച്ചാൽ വിശന്നിട്ടും പാടില്ല. ഞാൻ കുളിച്ചേച്ചും വരാം. എനിക്ക് സന്തോഷമായി. അമ്മയ്ക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി. ഇപ്പം എന്ത് നല്ലൊരു മനസ്സിലും കിട്ടുന്നുണ്ട്. ഇതേ പെണ്ണെ തലക്കിട്ടത് കിണക്കാന്നാണ്ടല്ലോ. അമ്മായിനോട് പറയണത് വർത്താനോ നീ പറയുന്നത്? അല്ലേ ആരാന്നുള്ള വിചാരം? അല്ല, ഈടനോട് അവനെ കാണാനില്ലല്ലോ. എത്തിയില്ലേ? നിങ്ങൾ അവനെ കുറിച്ച് പറഞ്ഞേക്കരുത്. എനിക്ക് അവിടെ എരിഞ്ഞ് കയറി വരുന്നുണ്ട്. അമ്മാരപ്പെട്ട് പറയാൻ വൈകിട്ട് എത്തുക. എന്നിട്ട് അവൻ ഈ വീട്ടിലേക്ക് വരാണ്ട് കൂട്ടുകാരെ കൂടെ കറങ്ങിടിക്കാണ് പോയിരിക്കുന്നത്. ഈ വീട്ടിലുണ്ട് ആത്മാക്കൾ ഇരിക്കുന്നുണ്ട്. അവരെ കാണാൻ വേണ്ട. അവൻ കെട്ടിച്ചിട്ട് ഒരു പെമ്പ്രോതി അവനുണ്ട്. അവളെങ്കിലും കാണാനായിട്ട് ഇങ്ങോട്ട് വരാം. അതില്ല. ഇത്ര നേരമായിട്ട് അവന് വരാറായിട്ടില്ല. നിങ്ങൾ കയറി ഒറ്റ മാരപ്പെട്ട് തലേ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ പുണ്യാളിനോട് എത്താറായിട്ടില്ല. നാളെ ആവട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട്. മോളെ, നീ ഭക്ഷണം കഴിച്ചാ? ഇല്ല അപ്പച്ച, ഈടൻ വന്നിട്ട് കഴിക്കാന്ന് വെച്ചിട്ട്. ഈടൻ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് കഴിച്ചോണം. ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. വരുന്നവർ ഇന്ന് കഴിക്കാം. എനിക്കിവിടെ ഓക്കെ അമ്മ, ഇരിക്കാം. സുന്ദരിയേവാ എൻ വെണ്ണിലവേവാ. ഉറക്കം വരുന്നു. ആരും കാണാനില്ലല്ലോടാ. ഹലോ, ആരില്ലൂടെ? നീ ഇപ്പോഴാണോ വരണേ? നീ കുടിച്ചിട്ടുണ്ടല്ലേ? നീയാണോ ആരെ കുടിക്കാൻ പറഞ്ഞേ? കൺമണിയുടെ കണ്ണനായി വാ. ഓ, നീയാണോ? വേറെ ആരും ഇല്ലൂടെ? അതെന്നാ, ഞാനായതുകൊണ്ട് എന്താ കുഴപ്പം? മറ്റുള്ളവരോട് മാത്രം സംസാരിക്കുള്ളൂ. എന്നോട് സംസാരിക്കണോ എന്താ കുഴപ്പം? അല്ലേ? ഇതേ കുരുട്ടടയ്ക്ക് നോക്കിയും കണ്ട് സംസാരിച്ചോ. കേവലാണ്ട് പിടിക്കുന്നില്ല കേട്ടോ.
അല്ല പിന്നെ ഞാൻ കയറി പോയി എടി വന്നേക്കാം. ഹലോ മിസ്റ്റർ, നട്ടപ്പാതിരയ്ക്ക് വന്ന് കയറിയത് നിങ്ങളാണ്. പിന്നെ പുറത്ത് കിടന്ന് തണുത്തടിച്ച് ചാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഡോർ ലോക്ക് ചെയ്യേണ്ടിയിരുന്നത് എൻ്റെ ഒരു മാനസിക പരിഗണന. മനസ്സിലായോ? ഒരൊറ്റ മനുഷ്യനവിടെ കാണാനില്ല. ഇപ്പം നീ പുറത്ത് കിടന്ന മോനെ ഇടാ, നീ രക്ഷപ്പെട്ടു. വേഗം ഇങ്ങനെ കിടക്കാൻ നോക്കിക്കോ. എടാ എടാ, അശ്യോ ഈടാളെ വീടുണ്ടായിരുന്നു. അയ്യോ അമ്മച്ചി സുഖല്ലേ? പിന്നെ അപ്പച്ചനവിടെ? അപ്പച്ചൻ നന്നായിരിക്കുന്നോ? അപ്പച്ചൻ എനിക്ക് ഇരിക്കുന്നതിന് ചേട്ടാ. മക്കളിന്നലെ എപ്പോഴാണ് വന്നേ? എന്തൊക്കെ കാട്ടിക്കുട്ടിയെ? ആ അത് ആക്ച്വലി മമ്മച്ചി ഞങ്ങൾക്ക് നല്ലൊരു സ്പെഷ്യൽ പാർട്ടി ഉണ്ടായിരുന്നു. ഞാൻ വിളിച്ച് പറയണമെന്ന് വെച്ചു, പക്ഷെ എനിക്ക് പറ്റിയില്ല. മനുഷ്യനെ മോനെ, നീ ആരാ നിന്റെ വിചാരം? ഇന്നലെ കുടിച്ച് വന്ന് 4 കാലിൽ വന്നിട്ട് എന്തിട്ട് കലവറ ഇന്നലെ കാട്ടിക്കൂട്ടിയത്? എൻ്റെ അടുത്ത് വിളച്ചെടുക്കാൻ നിന്നാണ്ടല്ലോ കൈയും കാലും വെട്ടടിച്ച് വീട്ടിൽ മൂലിക്കിട്ടുള്ളൂ ഞാൻ. എൻ്റെ പൊന്നു മേരിക്കുട്ടീനെ ഒന്നും മിണ്ടാണ്ട് നിന്ന് ഡാ, നീ കാലിൽ തന്നെ അങ്ങോട്ടേക്ക് ഒരുങ്ങിക്കിട്ടി പോണോ? അതെന്നാ ചോദ്യം അപ്പച്ച? ഓഫ് കോഴ്സ് ഞാൻ ഓഫീസിലേക്ക്, അല്ലാണ്ട് ഞാൻ എങ്ങോട്ടേക്ക് പോകാനാ? ഓഫീസിലേക്കാ? നീ ഇന്ന് ഓഫീസിലേക്കൊന്നും പോകണ്ട. അതെന്നാ വർത്താനാ അപ്പച്ച ഈ പറയണേ? ഓഫീസിലേക്ക് പോകാണ്ട് പിന്നെ എങ്ങനെയാ? ഓഫീസിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട. നീ ഇവിളെയും കൂട്ടി വെച്ച് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വാ. എന്തോ എങ്ങനെ? എൻ്റെ കുക്കിന് ജീവുണ്ടെങ്കിൽ ഞാൻ ഇവിളെയും കൊണ്ട് പുറത്ത് പോയില്ല. ഓ എൻ്റെ പൊന്നു മോന് അത്രയും ധൈര്യം വന്ന? ശരി, എന്നെങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇടിക്കുരുട്ടടക്കെ നീ എല്ലാ പണി ചെയ്തത്? ഏത് പണി ഞാൻ ചെയ്തല്ലേന്ന്? ഇന്നലെ ഞാൻ കുടിച്ചു വന്ന കാര്യം അപ്പച്ചനോട് അമ്മച്ചോടി പറഞ്ഞത് നീ അല്ലേടി? സത്യം പറഞ്ഞു. ഞാനോ? മര്യാദയ്ക്ക് കിടന്നുറങ്ങണ്ടായ അപ്പച്ചനെ അമ്മച്ചനെ ഏൽപ്പിച്ചത് നിങ്ങളെന്നെ. ഡാൻസ്, പാട്ട്, ഗാനമേള, പിന്നെ മിമിക്രി, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എന്തായിരുന്നു ഇന്നലെ? അപ്പം നിങ്ങൾക്ക് ഇന്നലെ നടന്നതൊന്നും ഓർമ്മയില്ല അല്ലേ? ഒരു കണക്കിനെ ഞാൻ റൂമിലോട്ട് കൊണ്ടുപോയത്. ആര് പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല? നിനക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാ. അല്ലേ, എനിക്ക് എല്ലാ കാര്യങ്ങളും നന്നായി ഓർമ്മയുണ്ട്. എന്ത് ഭംഗിയാണേ കാണാനായിട്ട്. ഈടാ, ഒന്ന് ചുമ്മാ നിൽക്കാതെ നമുക്ക് കഴിക്കാൻ വാ. ഞാനില്ല, താൻ പോയി കളിച്ചോ. ഈടാ, നല്ല രസമുണ്ട്, വാ വാ. എമി കളിച്ചത് മതി, സമയം ഒരുപാട് വൈകി, നമുക്ക് പോവാം. ഓ, പോവാണോ? ശരി. നെക്സ്റ്റ് പ്ലേസ് എവിടെയാ? നെക്സ്റ്റ് പ്ലേസ് ഒന്നുമില്ല, നേരിട്ട് ഇനി വീട്ടിലേക്ക്. അത് പറ്റില്ല. പ്ലീസ്, നമുക്ക് വേറെ കുറേ സ്ഥലത്തൊക്കെ പോവാം. ഇന്നത്തെ ദിവസം നമുക്ക് ഫുൾ അടിച്ച് പൊളിക്കാം. പ്ലീസ് പ്ലീസ് പ്ലീസ്. ശരി, ഒരേ ഒരു സ്ഥലം, അത് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക്, വേറെ ചോദിക്കാൻ പാടില്ല. ഓക്കെ ഓക്കെ ഡൺ. ശരി, അപ്പോൾ പറ നെക്സ്റ്റ് എവിടേക്കാണ് പോകണ്ടേ? നെക്സ്റ്റ് നമുക്ക് അമ്യൂസ്മെൻറ്റ് പാർക്ക് പോവാം. ഏത് അമ്യൂസ്മെൻറ്റ് പാർക്കാ? അതൊന്നും പറ്റില്ല, വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ പറ. ഓ, അത് പറ്റില്ലേ? ശരി, അന്ന് എനിക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു തരുമോ? ഐസ്ക്രീമാ? ഓ, ഒരു രക്ഷയില്ല മോനെ, നല്ല രസമുണ്ട്. ചോദിക്കാൻ മറന്നായി, എനിക്ക് വേണം. എനിക്കൊന്നും വേണ്ട, നീ കഴിച്ചോ. ഓ വേണ്ടേ? എന്നാ ശരി. ഓക്കെ, ഒക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് പോയാലോ? അത് എമി, പറഞ്ഞോളൂ, എന്താണ്? വിടടാ, നമ്മൾ രണ്ടുപേരും തല്ലിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അപ്പം ഇനി അതിനെ പിടിച്ച് കിസ് ചെയ്ത്. ആര് പറഞ്ഞു? നമ്മൾ രണ്ടുപേരും തമ്മിൽ ബീച്ചിൽ ഓടിക്കളിച്ചു, സംസാരിച്ചു, ഇപ്പം കിസ് ചെയ്തു.
ഇനിയിപ്പോൾ എന്നിട്ട് വേണ്ടത് നിനക്ക്? ആ അശ്ശോ, അത് ആലോചിക്കുമ്പോൾ ശരിയാണ്. വയ്യ. എന്താണ് എൻ്റെ പുന്നാരി മരുമോൾക്ക് ഇന്ന് കാലത്തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണല്ലോ, മുഖത്തൊക്കെ ഒരു നല്ല പ്രകാശമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ തോന്നിയാ? ശോ, എനിക്ക് വയ്യ. എന്നാലും അതെന്താണെന്ന് എന്നോട് പറഞ്ഞത് ഈ അമ്മായിയും കൂടി ഒന്ന് അറിഞ്ഞോട്ടെ. അതൊന്നും അമ്മ അറിയാനായിട്ടില്ല, അമ്മ കുഞ്ഞു കുട്ടിയല്ലേ. ഒന്ന് പോടി വേണേ, നീ കാര്യം പറ. സീക്രട്ട്, അത് സീക്രട്ട്, കാര്യം പറയാനൊന്നും പറ്റില്ല. ഓക്കെ? ഓ, അങ്ങനെ ആയിക്കോട്ടെ. ഷോ, ഇവിടെ ഞാൻ അവിടെ വന്ന കാര്യം പറയാൻ മറന്നുപോയി. അമ്മ, ഏടന് ചായ കൊണ്ടുകൊടുക്ക്. ഏടൻ, ഇന്നാ നിനക്കുള്ള ചായ. ആ, അതവിടെ വെച്ചിട്ട് പോയിക്കോ. ഇവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ പോവാണേ. എമി, ഒരു മിനിറ്റ്. ആ, പറ. എന്താ? നാളെ എനിക്കൊരു അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ നാളേക്കിടാനുള്ള ഷർട്ട് ഒന്ന് അയൺ ചെയ്ത് വെച്ചോളാം, മറക്കരുതേ. ഓ, അതാണോ? ഇതൊക്കെ വെറും നിസ്സാരാണ് ഈ എമിക്ക്. ഞാൻ നാളെ എന്തായാലും ചെയ്തേക്കാം. ഓക്കെ? എമി, ഒരു കാര്യം കൂടി ഉണ്ട്. അയ്യോ, ഈ മനുഷ്യനെ കൊണ്ട് ഇനി എന്തുവാ? ഇനി പോയിക്കോ. എടി മഹാഭാവി എമി, നീ എന്തോന്നാടി എൻ്റെ ഈ ഷർട്ടിലെ കാട്ടി വെച്ചേക്കുന്നേ? ആ പറയടി. അവളുടെ അമ്മൂമ്മയുടെ ഒരു നിസ്സാരം. നീ ഇങ്ങോട്ട് വന്നേ. എന്തോന്നാ മനുഷ്യ അവിടെ കേൾക്കുന്നേ? സംഭവത്തെ സീരിയസ് ആണെന്ന് തോന്നണം. നീ ഇങ്ങോട്ട് വന്നേ. ഇപ്പം ചെന്നില്ലെങ്കിൽ ഒരു വഴിയാവും അവിടെ. എടി മൂദേവി, നീ എന്നാടി എൻ്റെ ഷർട്ടിൽ കാട്ടി വെച്ചേക്കുന്നേ? ആ, ഇതെന്തോന്നത്? കരിച്ച് വെച്ചില്ലേ മൂദേവി? അയ്യോ, എൻ്റെ പൊന്നേടാ, ഇത് ഞാൻ വേണം വെച്ച് ചെയ്തു തോന്നലത് അറിയാണ്ടായത്. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ച. ഇതേ ഒപ്പിക്കാനുള്ളതൊക്കെ ഒപ്പിച്ച് വെച്ച് ഞാൻ പിന്നെ വർത്താനം പറയാൻ വന്നാലുണ്ടല്ലോ, നിനക്ക് ആദ്യം പറയാറുന്നില്ല പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന്. എന്നാ പിന്നെ നിനക്ക് ഒറ്റയ്ക്കാണ് ചെയ്താൽ പോരായിരുന്നോ? എന്തിനാ എൻ്റെ തലയെ കൊണ്ടിട്ടത്? എവള ഞാനിന്ന്. എൻ്റെ പൊന്നേടാ, നീ ഒന്ന് നിർത്ത്. നിനക്ക് വേറെ ഡ്രസ്സ് ഇല്ലാണ്ടോന്നല്ലല്ലോ. അമ്മ പിന്നെ അല്ലെങ്കിൽ മരുമോളുടെ സ്ഥാനത്താണല്ലോ. എൻ്റെ ഫേവററ്റ് ഷർട്ട് അമ്മ ആ മഹാഭാവി ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നുണ്ട്. മതി, കഴിയാനുള്ളതൊക്കെ കഴിഞ്ഞു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഏതെങ്കിലും നല്ലവരെ ഇട്ടിട്ട് പോ. മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. നീ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട, നിന്നെ ഞാൻ പിന്നെടുത്തോളാട്ടാ. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടാ? ഓരോന്നൊക്കെ ഒപ്പിച്ച് വെച്ച് നീ കർത്താവിനെ വിളിക്കരുത്. അത് കാര്യമില്ല. പക്ഷേ നിങ്ങളമ്മ ഭയങ്കര ഓവറായിട്ട് തന്നെയാണ്. ചെക്കനെ മര്യാദയ്ക്ക് പിടിച്ചേക്ക്. അതെ, എനിക്ക് സമയമായി, ഞാൻ പോണു. എമി, ഒരു കപ്പ് ചായ. ഓ, ചായ അല്ലേ? വേണ്ട. ഇന്ന ചായ. ഛീ, എന്തോന്നാടി ഇതില് പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിട്ട് വെച്ചാണ്. ഇതൊക്കെ എങ്ങനെ കുടിക്കണേ നീ? അയ്യോ, എനിക്ക് വയ്യായേ. അത് കളിക്കുമോളെ. അയ്യോ, നീ എൻ്റെ മരുമോൾ തന്നെ. ഇതുപോലെ ഞാൻ എൻ്റെ അമ്മായിമ്മയ്ക്കൊക്കെ എത്ര കൊടുത്തിട്ടുണ്ടെന്ന് അറിയാം. അയ്യോ, അതൊക്കെ ഒരു കാലം. കിണിക്കിടി കിണിക്ക്, നീ കുറേ കിണിക്ക്, നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട്. ആ, ഹലോ സുശീലേ. ഞാനതോ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച. പയ്യമ്മേടയിൽ കൊടുത്തായിരുന്നല്ലോ. അവൾ തന്നില്ലേ? അങ്ങനെ വഴിയില്ലല്ലോ. ആ, ഞാനത് കൊടുത്തല്ലോ. ശരി, ഞാൻ ഈ ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളതാ. ഒരു മിനിറ്റ്, ഞാൻ റൂമിൽ പോയി ഒന്ന് നോക്കിയിട്ട് വരാമേ. ആ, ഇനിയാണ് നമ്മുടെ സമയം ഇറങ്ങേണ്ടത്. അമ്മയുടെ ചായക്ക് പകരം കുറച്ച് പുളിവെള്ളം. അത് തന്നെ, അമ്മ സ്വാദം നിറഞ്ഞോട്ടെ. ഓക്കെ, പെർഫെക്റ്റ്. ഇടിയമീ, നിനക്കുള്ളത് വഴിയേ വരുന്നുണ്ട്. ആ, കിട്ടിയില്ലേ? ആ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. നീ പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷന്. ശരി, ഓക്കെ. എന്തോന്നത്? അയ്യേ, ആരാണ്ട് ചായക്ക് പേരുള്ള പുളിവെള്ളം കൊണ്ടുവച്ചേക്കണത്? ആ, ഞാൻ കൂടെ കണ്ടുപിടിക്കാനായിട്ട് മുന്നേ നിങ്ങൾ ആദ്യം പുറത്ത് വരുന്നതായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത് കേട്ടോ. എന്തോന്ന് ചായക്ക് പകരം പുളിവെള്ളം? നീ ഇവിടെ ചുറ്റിപ്പറ്റി നടക്കണ കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും ഒപ്പിക്കൂല്ലേ. ഇപ്പോൾ അത് ഒപ്പിച്ചൂല. എന്തോന്ന് ഞാനാ? ഞാൻ ഈ വശത്തേക്ക് വന്നിട്ടും കൂടെ ഇല്ല. ചായ എന്തിട്ടാണ് പോലും എനിക്കറിയില്ല. എടി കശ്മലത്തി, എന്നോട് വേണമായിരുന്നോ ഈ ചെടി? അമ്മച്ചി, സത്യമായിട്ടത് ഞാനല്ല. ഞാൻ ഈ ഭാഗത്തൂടെ വന്നിട്ട് പോലും ഇല്ല. അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ല. നീ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കും വേണ്ട. എല്ലാത്തിനും നിന്റെ കൂടെ നിൽക്കണ എന്നോട് വേണമായിരുന്നു ഇത്.
കശ്മീരത്തി. അയ്യോ എൻ്റെ അമ്മ, ഞാനല്ല ഇത്. എത്ര വട്ടാ പറയാ, വിശ്വാസമാണില്ലേ? സത്യം പറ, നീയല്ലേ ഇത് ചെയ്തത്? അതേടി, ഞാൻ തന്നെ ചെയ്ത്. അതിന് ഏട്ടാ മഹാഭാവി. പിന്നെ നിങ്ങളൊക്കെ എനിക്കിട്ട് വേണതില്ലേ? ഞാനൊന്നും ചെയ്യാണ്ടിരുന്ന എങ്ങനെ ശരിയാവാം? അതുകൊണ്ട് ഞാൻ ചെയ്തത്. ഇപ്പം സന്തോഷം. ഇതിനെ വെച്ച് ഞാൻ എന്തോ ചെയ്യാൻ എൻ്റെ കർത്താവേ. ഇരവും പകലും ഒന്ന് കുടിച്ച് എത്തി കൂടിപ്പോയാ. അയ്യോ പോരാടി, വേഗം റൂമിക്ക് നടക്കാം. അതായിരിക്കും ജീവന് നല്ലത്. എടാ മരപ്പെട്ടി, നീ ഇന്ന് കുടിച്ച് ചിലവന്നേക്കണേ. എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുടിക്കലേ കുടിക്കലേ കുടിക്കലേന്ന്. അതെങ്ങനെ കാരണന്മാർ പറഞ്ഞതല്ലേ കയറോ ചേക്കൻ്റെ? മാതാശ്രീ, അനാവശ്യം പറയരുതിട്ടാ. ആകെപ്പാട് ഞാൻ 2 കുപ്പി ബിയർ കുടിച്ചിട്ടുള്ളൂ. അത് ഈ ജനാൻ പറഞ്ഞപ്പോൾ ഞാൻ കഴിച്ചെന്നുള്ളൂ, അത്രേ ഉള്ളൂ. എന്തെങ്കിലും പറഞ്ഞ അവൻ്റെ തലയെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ. പാവൻ ചെക്കനെ നീയാണ് കൂടെ കൊണ്ട് നടത്തി ചീത്തയാക്കിയത്. എന്തിനടി കുരുട്ടടക്കി നീ കിടന്ന് ശരിക്കണേ? ഇവിടെ നല്ല കോമ്പറ്റീഷൻ നടത്തുന്നുണ്ടോ? ആ ഇനിയിപ്പോൾ അതിൻ്റെ മേത്ത് കയറി ഇവനെ ഞാനുണ്ടല്ല. ഇനി നീ പോയി കിടന്നോടി, ഒരുപാട് സമയമായില്ലേ, ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞു. ആ ശരി അമ്മ, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് വൈഫേ. ഗുഡ് മോർണിംഗ്. എന്താ മോനെ, ഇന്ന് ഓഫീസിലേക്കൊന്നും പോകണ്ടേ? എനിക്ക് പോകാനേ താല്പര്യമില്ല. അവിടെ പോയിട്ട് ആരാ കാണാനാ? ഓ, നിനക്ക് അവിടെ സെക്രട്ടറി മായില്ലേ? എൻ്റെ എമ്മി, നീ അത് വിട്ടില്ല ഇത്ര നാളായിട്ട്? ഇല്ല, ഞാനത് വിട്ടിട്ടില്ല. എനിക്കങ്ങനെ വിടാനും പറ്റില്ല. എനിക്ക് എല്ലാ കാര്യങ്ങളും നന്നായി ഓർമ്മയില്ല. ഞാൻ എല്ലാം മറക്കുന്നു നീ വിചാരിക്കണ്ട കേട്ടോ. ഇടി, അവളുടെ സ്റ്റൂ ഞാൻ ജസ്റ്റ് ഇട്ടു എന്നല്ലേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് ഞാൻ അവളുടെ ആണെന്നല്ലല്ലോ. ഞാൻ എപ്പോഴും നിൻ്റെ അല്ലേ, സുന്ദരിമണിയുടെ അല്ലേ? നീ എന്നെ സൂപ്പിട്ട് കയ്യിലെടുക്കാന്ന് വിചാരിക്കണ്ട കേട്ടാ. ഇനി ഞാൻ ഓഫീസിൽ വരുമ്പോൾ അവളോട് നീ നിൽക്കാൻ പറഞ്ഞു, അല്ലേ എൻ്റെ വാലിക്കുന്നൊക്കെ അവൾക്ക് കേൾക്കേണ്ടി വരും. മനസ്സിലായോ? ആ ശരിടി അഴകി. ചുമ്മാ ചുമ്മാ ഇങ്ങനെ കിസ് ചെയ്ത് നിൽക്കാൻ നിൻ്റെ ഭാവം വേറെ ഒന്നുമില്ല. വേറെ വേണം. അയ്യോടാ, നീ ഉദ്ദേശിച്ചതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഓഫീസിൽ പോകണ്ടേന്നാ. ഓ, നീ ഒന്ന് മൂളി തന്നാൽ നമുക്കൊരു മീറ്റിംഗ് നടത്താം. എപ്പിടി? അയ്യടാ, അങ്ങനെ ഞാൻ മുകളിൽ നീ വിചാരിക്കണ്ട. പോ. ഞാൻ എന്താ പറയാമെന്ന് വെച്ചാൽ